സംഭവം നമ്മളിപ്പോ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത നമുക്കൊരു വീഡിയോ ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആദ്യം 2 ദോശ കൂടി എടുത്തിട്ട് വീണ്ടും അടിക്കുക. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മുളക് കറി കൂട്ടി തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം എന്തായാലും പൊളിയാണ്. കാരണം ആ മാങ്ങേന്റെ ആ ഒരു പുളിയും പിന്നെ വെളിച്ചെണ്ണേന്റെ ആ വെളുത്തുള്ളിന്റെ മീനിൽ കയറിയിട്ട് അതിന്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല വഴറ്റി എടുത്തതിന്റെ ആ ടേസ്റ്റ് സംഭവം പൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി മീൻ കറി. മച്ചൻ ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷാട്ടൻ നേരത്തെ മാർക്കറ്റിൽ പോയിട്ട് നല്ല താളയം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് തളയൻ മാങ്ങയിട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. അപ്പോൾ അവിടെ തന്നെ മാങ്ങയും കണ്ടിട്ട് മാങ്ങയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തളയൻ മാങ്ങയിട്ടിട്ട് മുളീസം വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് തളയൻ എടുത്തിട്ട് നല്ലോണം മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. തളയൻ മുറിക്കാൻ നോക്ക്. തളയൻ്റെ ഇതെല്ലാം പാടുണ്ടാവും മുറിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചിറക് കൂടുതലുണ്ടാവും. ഈ ചിറക് ഇതെല്ലാം തെച്ച് മുറിച്ച് കളയണം. ചെയ്യാത്ത തളയനാണ്. നമ്മള് തളയൻ കൊണ്ടുവന്നാല് കറി വെക്കലൊന്നുമില്ല, പൊരിക്കൽ തന്നെയാണ്. അധികം പൊരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കല്. നമുക്ക് ഇന്ന് മാങ്ങ കിട്ടിയത് കൊണ്ട് എന്തായാലും നമുക്ക് മാങ്ങ വെച്ചിട്ട് മുളീച്ചം വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. നല്ല മഴയാണ്. തളയന്റെ തലയും വാലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. തളയൻ നല്ല മീനാണ്, കാൽസ്യം കൂടുതലുള്ള മീനാണ് തളയെന്ന് പറയുന്നത്. കുട്ടികൾക്കെല്ലാം നല്ലതാണ് തളയൻ. കറി വെച്ചെടുത്താലും പൊരിച്ചാലും. തളയൻ മുറിക്കുമ്പോ അതിന്റെ ഒരു നൂറുമായിട്ടൊരു സാധനം വരും അല്ലേ? നല്ലോണം കഴിക്കല് നല്ലോണം പെരങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല പുതിയ മണ്ണിന്റെ ചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ ആ മണ്ണിന്റെ ചട്ടീൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കറി. മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഒരു ചെറിയൊരു മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമുക്ക് വെളിച്ചെണ്ണ. നമുക്കിനി മുളകും ഉപ്പും മഞ്ഞളും പെരക്കിയിട്ട് കുറച്ച് സമയം അവിടെ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളർ ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. ഒരു സ്പൂണ് മഞ്ഞൾ പൊടി, ഉപ്പ് പാകത്തിന് ഇടാം. ഉപ്പ് ആവശ്യത്തിന് കൂടുതൽ വേണ്ടുന്നവർക്ക് ചില ആൾക്കാർക്ക് കൂടുതൽ വേണ്ടി വരും. നമ്മക്കാൽ ഉപ്പ് നല്ലോണം വേണം. അനക്കാൽ ഉപ്പ് നല്ലോണം. ഉപ്പുണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. നല്ല ഭാഗ്യത്തിന് അതിന്റെ അടുത്ത് തന്നെ ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരാൾ മാങ്ങയും വെക്കുന്നുണ്ട്. നല്ല പച്ചമാങ്ങ. ഈ സമയത്ത് അയാൾക്ക് ഇടുന്നാകുമ്പോൾ മാങ്ങ കിട്ടിയാൽ അറിയില്ല, പക്ഷെ നല്ല അടിപൊളി പച്ചമാങ്ങ. അതും കൂടി കണ്ടെടുത്ത് നമുക്ക് വിചാരിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചു കൊണ്ടതാണ്. അപ്പൊ എല്ലാം പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് മാങ്ങ ഇട്ടിട്ടൊന്നും തളയാൻ വെക്കില്ല. എന്താന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് വെച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ നമ്മൾ തളയൻ നേരത്തെ മുളകെല്ലാം പെരക്കി കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് മാങ്ങ മുറിച്ചിടാം. നമുക്കിനി കറി വെക്കാൻ നോക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം ഇത് മാങ്ങയെല്ലാം മുറിച്ചിടുന്നുണ്ട്. പിന്നെ തളയൻ മുളക് ഇട്ടിട്ട് അതേപോലെ തന്നെ മാങ്ങയെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു പുളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം അതിൽ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയെല്ലാം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ശരിക്കും ഒന്ന് വഴറ്റിയിട്ട് എടുക്കും. നമ്മൾ കറി മാതിരി അല്ല അല്ലേ? എന്തോ ഒരു വഴറ്റിയിട്ടാണ് പിന്നെ നമ്മൾ അത് സെറ്റാക്കുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. മാങ്ങ മുറിച്ചിട്ടേ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പച്ചമുളക് മുറിച്ചിട്ടെടുക്കാം. ഒരു മുളക് മതി അല്ലേ? ഒരു മുളക് മതി. എരിവ് വേണ്ടുന്നവര് ഒന്ന് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പക്ഷേ എരിവ് കുറവേ വേണം. അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാം.
തളയം വേഗം വെകുന്ന മീനാന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് കുറച്ചേ വെള്ളം വേണ്ടു. അധികം വെള്ളം ഒഴിച്ച് വെച്ചാല് വെന്തടിഞ്ഞു പോകും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മീൻ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി എല്ലാം അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. തിളക്കുമ്പോ തന്നെ നല്ല മണമുണ്ട്. മാങ്ങേന്റെ നല്ലൊരു മാങ്ങേന്റെ കൊതിപ്പിക്കുന്ന മണം അല്ലേ? നല്ല മണം. കൊതിപ്പിക്കുന്ന പറഞ്ഞാൽ ഈ സമയത്ത് മാങ്ങ കിട്ടാത്തതുകൊണ്ട്. മറ്റു മാങ്ങ കിട്ടുന്ന സമയത്താണ് പ്രശ്നമില്ല. ഇപ്പം കുറേ ആയില്ല മാങ്ങ കിട്ടാത്ത. അതാണ്. കറി നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പും പുളിയെല്ലാം കണക്കാന്നൊന്ന് നോക്കാം. മാങ്ങേന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എല്ലാം കണക്കാ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി കറിവേപ്പിലയും വെളിച്ചെണ്ണ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കത് ചതച്ചെടുത്തിട്ട് കറിയിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലോണം മുറിച്ചിട്ട് കൊടുത്താൽ അതിന്റെ ടേസ്റ്റ് എല്ലിക്കലും നല്ലോണം എത്തുള്ളൂ. അധികം ആള് കറിവേപ്പില ഇടുമ്പോ അങ്ങനെ ഇടുവേ. പക്ഷെ നമ്മളല്ല കറിയിലിടുമ്പോ പിന്നെ അധികം മുറിച്ചിട്ട് തന്നെ ഞാൻ ഇടല്. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ഇത്. വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു. അപ്പൊ ഒരു മൂടി വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം വരുമ്പോ ഇതൊരു മണം, നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കൂട്ടി തീർക്കാൻ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളിന്റെ എല്ലാം നല്ല ടേസ്റ്റ് ചായ വന്നിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയും വെളുത്തുള്ളിന്റെ എല്ലാം ചായ വരുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇറക്കി വെക്കാം അല്ലേ? കറി റെഡി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇതെല്ലാം പെട്ടെന്ന് വീഴുന്ന മീനാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് ഇറക്കി വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ 2 ദോശ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പിന്നെ കറി വെച്ചിട്ട് ടേസ്റ്റ് നോക്കേണ്ട പരിപാടിയാണ്. നല്ലോണം കുറച്ച് ചാറിലേക്ക് കറി ആയപാടിന് സുഭാഷേട്ടൻ ദോശ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വിശക്കുന്നു. അപ്പം 2 ദോശ കൂട്ടിയിട്ട് തന്നെ ഇത് ടേസ്റ്റ് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് പിന്നെ ദോശയും തളയൻ മുളിട്ട് വഴറ്റിയത്, അപ്പം മാങ്ങയെല്ലാം ഇട്ടിട്ട് മുളിട്ട് വഴറ്റി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏതായാലും ദോശയെല്ലാം കൂട്ടിയിട്ട് തന്നെ ഒന്ന് അടിച്ചു നോക്കാം. നല്ല രാവിലത്തെ ദോശയാണ്. നോക്കാം. സംഭവം അടിപൊളിയാട്ടാ. നല്ല മാങ്ങേൻ്റെ ആ പുളിയും ആ മീനിൻ്റെ ടേസ്റ്റും വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും അതെല്ലാം വരുമ്പോഴത്തേക്ക് സംഭവം പൊളിയായിട്ടുണ്ട്. ഇതേമാതിരി ദോശയെല്ലാം പിന്നെ ഇതേമാതിരി കറിയും കൂടി തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം തളയൻ നല്ല അടിപൊളി സംഭവം. ഇതെല്ലാം ശരിക്കും കുട്ടികളാണ് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും നിങ്ങളും ഇതേമാതിരി പരീക്ഷിച്ച് നോക്കുക. അപ്പൊ തളയൻ മാങ്ങിയിട്ട് വഴറ്റിയ കറി നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കൂട്ടി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.